ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു RBC ആഡ് ഓണിനെ കുറിച്ചിട്ട്, അതിൻ്റെ ഒരു വീഡിയോ പ്രോപ്പറായിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ എനിക്ക് ഡയറക്റ്റ് മെസ്സേജും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു വീഡിയോ പ്രോപ്പറായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ RBC ആഡ് ഓണിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് റിഗ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ. സോ അപ്പം ഈ വീഡിയോ കറക്റ്റായിട്ട് നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് ഇതുപോലൊക്കെ തന്നെ നല്ല ഒരു കാർ ആനിമേഷൻ നിങ്ങൾക്കും മേക്ക് ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ RBC ആഡ് ഓണിൻ്റെ വീഡിയോ നമുക്കിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ എടുത്തു വച്ചിട്ടുള്ളൊരു കാറിൻ്റെ മോഡലുണ്ട്. അത് ഞാൻ എൻ്റെ സീനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. നമ്മുടെ കാറ് ഭയങ്കര സൈസാണ്. അപ്പോൾ ആ സൈസ് ഞാനൊന്ന് റെഡ്യൂസ് ചെയ്യാണ്. റെഡ്യൂസ് ചെയ്തിട്ട് ഞാൻ സ്കെയിൽ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാനൊരു പ്ലെയിൻ ആഡ് ചെയ്തപ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ എനിക്കത് കുറച്ചും കൂടെ ചെറുതാക്കിയാൽ കൊള്ളാം. ഓക്കെ ഈ ഒരു സൈസിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പം നമ്മുടെ കാർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. അല്ല എക്സ്ട്രാ ഒരു പ്ലെയിനോ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടോ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. കാർ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈ കാറ് നമുക്ക് ഈ കാറ് എന്ത് ചെയ്യണം എന്നറിയോ? ഈ കാറിൻ്റെ ബോഡി ഒന്ന് ടയർ 4 സെപ്പറേറ്റ് ആക്കണം പ്രോപ്പറായിട്ട്. എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഒറിജിൻ പോയിന്റും കറക്റ്റ് സെൻട്രലാക്കി കൊടുക്കണം. ഇതാണ് ഫസ്റ്റ് കാര്യം നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പം സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. സോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് അടിച്ചാൽ മതി. വേറെ ഒന്നും വേണ്ട, സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും. കാരണം കമൻറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല, കാരണം അത് പിന്നെ ടൈപ്പ് ചെയ്തൊക്കെ ചെയ്യേണ്ട, അത് ഒത്തിരി സമയം എടുക്കും. ഇപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ആ സബ്സ്ക്രൈബും ആ ഒരു ലൈക്കും മാത്രം ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത സെക്ഷൻ നമുക്ക് കാറിൻ്റെ ബോഡി എല്ലാം കൂടെ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് ഞാനിതെടുത്തു, സെലക്ട് ചെയ്തു, ഒരു ആക്റ്റീവ് ഒബ്ജക്റ്റ് കൊടുത്തിട്ട് Ctrl+J പ്രസ് ചെയ്തു. നോക്കുക, പിന്നെയും ഒബ്ജക്റ്റ് ആഡ് ചെയ്യാനുണ്ട്. ഇതാ ഇവിടെ ഉണ്ട്. ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇത് ടയറിൻ്റെ സെക്ഷനാണ്. ഓക്കെ, Ctrl+J കൊടുത്തു. നമുക്ക് ഹൈഡ് ചെയ്ത് നോക്കാം വേറെ. ഓക്കെ, എന്നിട്ട് ഇനി നമുക്ക് ഈ ടയർ 4 സെപ്പറേറ്റ് ആക്കാം. അതിന് എക്സ്റേ മോഡിൽ പോയിട്ട് ഞാൻ ഇത്രയും ഭാഗം എടുത്തു, P പ്രസ് ചെയ്ത് സെപ്പറേറ്റ് ആക്കി. ഇതാണ്ട് ഇവിടെ ഇത് സെലക്ട് ചെയ്തു, P പ്രസ് ചെയ്തു, സെപ്പറേറ്റ് ആക്കി. സെപ്പറേറ്റ് ഓക്കെ, ഇത് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ അടിയിലത്തെ ഈ ഒരു സംഭവം സെലക്ട് ചെയ്തിട്ട് Alt H പ്രസ് ചെയ്തു. Alt H പ്രസ് ചെയ്തപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്ത കാറ് വെളി വന്നു. അതൊന്നുകൂടെ സെലക്ട് ചെയ്തിട്ട് Ctrl+J കൊടുത്തപ്പോഴത്തേക്കിന് എന്തായി, അതിൻ്റെ കൂട്ടത്തിൽ ജോയിൻ ആയി. ഇനി നമുക്ക് മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് Alt+P പ്രസ് ചെയ്തിട്ട് ക്ലിയർ ആൻഡ് കീപ്പ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ ഒബ്ജക്റ്റ് സെലക്ട് ആകുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒറിജിൻ പോയിന്റ് ഇവിടെ പോയി കിടക്കുക. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇതും എനിക്ക് വേണ്ട, അതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം നമുക്ക് MT ഒന്നും ആവശ്യമില്ല. MT വെച്ച് നമ്മളൊന്നും ചെയ്യാനും പോകുന്നില്ല. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ എല്ലാം സെലക്ട് ചെയ്തല്ലോ, സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിലെന്തോ ഓക്കെ, ഫുള്ള് സെലക്ട് ചെയ്യുക. ആക്റ്റീവ് ഒബ്ജക്റ്റ് ഇല്ലായിരുന്നു, അതായിരുന്നു കേട്ടോ കാണിക്കാൻ ഈ ഓപ്ഷൻ. സെറ്റ് ഒറിജിൻ കൊടുത്തിട്ട് അവിടെ ഈ ഒരു ഇത് മാസ് എന്ന് പറഞ്ഞ് കിടക്കത്തില്ല, മാസോ അല്ലെങ്കിൽ വോളിയോ ഇതിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, കാരണം ഇത് 2 കൊടുത്താൽ ഏകദേശം സെയിം തന്നെയാണ്. ഞാനിപ്പോൾ ഇത് കൊടുത്തപ്പോഴത്തേക്കും കണ്ടില്ല, എൻ്റെ ഒറിജിൻ പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിനെ എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടല്ലേ, ആ ഒരു ഇത് കിടന്ന് കറങ്ങുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ പ്രോപ്പർ അല്ല നിങ്ങൾക്ക് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത് കൊടുത്ത് നോക്കുക. പക്ഷെ മാറുന്നില്ല അല്ലേ, കാരണം ഇത് മാറുന്നില്ല. അതിന് എഡിറ്റ് മോഡിൽ പോയിട്ട്
ഇതങ്ങ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്താക്കിയിട്ട് നേരെ ഒറിജിനിൽ വന്നിട്ട് ഒറിജിൻ ടു 3D കേസർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കണ്ടില്ല, ഇപ്പം നമുക്ക് കറക്റ്റ് സെൻറ്ററായി. പക്ഷെ ടയറിൻ്റെ ഒരു ഇതില്ല, അതുകൊണ്ട് ഞാൻ ആദ്യം കൊടുത്ത് അത് തന്നെ കൊടുക്കുകയാണ്. കാരണം അത് കൊടുക്കുമ്പോൾ ടയറിന് വലിയ വ്യത്യാസം വരുന്നില്ല. നടക്കത്ത് നമ്മളിപ്പോൾ ഇതിപ്പം നോക്കുന്നില്ല, നമ്മൾ പ്രോപ്പറായിട്ടൊരു നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയാണെന്ന്, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ. ഓക്കെ, ഇപ്പം നമ്മൾ ടയറിന് എല്ലാത്തിനും ഓരോന്നും അതിൻ്റേതായിട്ടുള്ള ഒരു ഒറിജിൻ പോയിന്റ് സെറ്റ് ചെയ്തു. ഇനി ഈ ഒറിജിൻ പോയിന്റിന് ഞാൻ പറയാം, ഇത് ഓരോ സോഫ്റ്റ്വെയറിലും ഓരോരോ പേരായിരിക്കും. ആഫ്റ്റർ എഫക്ട്സിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പേരാണ് ആങ്കർ പോയിന്റ് എന്ന് പറയും. പിന്നെ നമ്മളിപ്പോൾ വേറെ സോഫ്റ്റ്വെയറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനെ പിവിറ്റ് പോയിന്റ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഓരോന്നിനെയും ഇത് ബ്ലെൻഡർ വരുമ്പോൾ ഇതിനെ വിളിക്കുന്നത് ഒറിജിൻ എന്ന് വിളിക്കും. ഇതാണ് ഈ ഒബ്ജക്റ്റിൻ്റെ ഒറിജിൻ. നമ്മുടെ ഈ വ്യൂ പോർട്ടിൻ്റെ എൻ്റെ ഒറിജിനാണ് ഈ കാണുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 3D കേസർ ഇരിക്കുന്നില്ലേ, കേസർ ഇരിക്കുന്ന ഈ ഭാഗമാണ് നമ്മുടെ വ്യൂ പോർട്ടിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പോയിന്റ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ കാർ ആനിമേഷനിൽ ഈ പോയിന്റിന് വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം ഈ പോയിന്റ് ഈ ടയറിൻ്റെ ഇവിടെങ്ങാനുമാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ടയർ 8-10 എന്നുള്ള രീതിയിലായിരിക്കും ഓടുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ എല്ലാം കറക്റ്റ് സെൻറ്ററായിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇത് കൊടുത്തതിന് ശേഷം അടുത്ത പരിപാടി മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ആഡ് റിഗ് കൊടുക്കുക. റിഗ് കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കുറേ വരും. ഇവിടെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ വ്യൂ പോർട്ടിൽ ഡിസേബിൾ ആക്കിയൊക്കെ ഇങ്ങനെ കാണിക്കും. കണ്ടോ, ഇവിടെ റെൻഡർ. ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത പാർട്ട് ബോഡി സെലക്ട് ചെയ്യുക, ബോഡി കൊടുക്കുക. അപ്പം ഫ്രണ്ട് ടയർ, ബാക്ക് ടയർ. ഓക്കെ, ഫ്രണ്ട് ടയർ സെലക്ട് ചെയ്തു. ഫ്രണ്ടിലത്തെ ഏത് സൈഡിലാണ്? റൈറ്റ് സൈഡിലാണ്. സോ ഫ്രണ്ട് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ സെലക്ട് ചെയ്തിട്ട് ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡ് കൊടുത്തു. ശേഷം ബാക്ക് സൈഡിലെ സെലക്ട് ചെയ്യുക, ബാക്ക് സൈഡ് ഫസ്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബാക്ക് സൈഡ് കൊടുത്തു. ഇവിടെ അതുപോലെ തന്നെ കൊടുത്തു. ഇത്രയും കൊടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജനറേറ്റ് റിഗ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കൊന്ന് പ്ലേ ചെയ്യുമ്പം കണ്ടോ, ഇപ്പം ആ സസ്പെൻഷൻ കറക്റ്റായിട്ട് ഇരുന്നതുണ്ടോ? ഓക്കെ അല്ലേ? നമുക്ക് ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ പുറകിലൊരു ഇച്ചിരി താഴ്ച കൂടുതൽ. അതിന് ഞാൻ നമുക്കൊരു 3D കേസർ ഇതാണ്ട് ഈ ഒരു ഭാഗത്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് 3D കേസറിലേക്ക് ആക്കിയിട്ട് റൊട്ടേഷൻ ഒരു ഇച്ചിരി ഹൈറ്റ് ഇളത്തി കൊടുക്കും. കാരണം ഇപ്പോൾ ഓക്കെ, കാരണം കുറച്ച് മുമ്പേ നമ്മുടെ ഇത് താന്നാ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പം എന്തെങ്കിലും ഒരു ഹമ്പ് നിങ്ങളിപ്പോൾ ചെയ്യുന്ന സമയത്ത് ഈ കട്ടറിൽ കൂടെ ഒക്കെ കയറി പോകുന്ന സമയത്ത് ചിലപ്പോൾ ടയർ ഈ ബോഡിയുടെ മേളിൽ ഇങ്ങനെ കയറി വരും. അത് വിയേർഡായിട്ടുള്ളൊരു സംഭവമായിരിക്കും നമ്മൾ ആനിമേഷനിൽ കാണുമ്പോൾ. അത് മനസ്സിലായല്ലോ. ഇപ്പം ഇവിടുത്തെ ഇങ്ങനെ താന്ന് പോയി കിടക്കുവാണെങ്കിൽ ഇവിടെ സെറ്റിങ്സിൽ കൂടുതൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം കണ്ടില്ല, ഇങ്ങനെ ഇരുത്തുന്ന ഒരു ഇതില്ലേ, ഇത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇച്ചിരി താത്ത് വെച്ചിട്ട് നോക്കാം. നിങ്ങൾ കാണുന്ന വീഡിയോസ് ആയാലും ഞാൻ ഒറ്റയടിക്ക് ചെയ്യുന്നതല്ല, പതുക്കെ ഇരുന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലിമിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് സസ്പെൻഷനാണ്. ഓക്കെ, ഇവിടെ സ്പ്രിങ് എന്ന് പറയുന്ന സംഭവമുണ്ട്, സ്പ്രിങ്ങിൻ്റെ ഡാമ്പിങ് എന്ന് പറയുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ ഇങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ ആയിട്ടുള്ളൊരു ഇത് വരും. ഇപ്പം കണ്ടില്ലേ, ഇപ്പോൾ ആ ഡാമ്പിങ് ഞാൻ കൂട്ടിയപ്പോഴത്തേന് എന്താ സംഭവിച്ചത്? കാർ പതുക്കെ ഇതായി അല്ലേ. അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസം വരും. ഇവിടെ ഞാൻ പിന്നെ ഇച്ചിരി കുറച്ചിട്ട് നോക്കുമ്പോൾ എന്തായി? രണ്ടും ഭയങ്കരമായിട്ട് തന്നല്ലേ. 50 അത് 100 ഇട്ടാലോ? കാർ അങ്ങനെ തന്നെ നിൽക്കുന്നു. ഒരു 6 ഇട്ടു. ഇപ്പം എന്തായി? ഇപ്പോൾ വാല്യൂവിൽ നമുക്ക് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ?
വാല്യൂവിൽ എന്ത് പറ്റുന്നു, നമുക്ക് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ നേരത്തെ കിടന്നത് ഈ വാല്യൂ ആണ് കിടന്നിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ഇങ്ങനെ കിടക്കുമായിരുന്നു. ഈ ഒരു ഡീഫോൾട്ട് വാല്യൂവിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. കാരണം ഇതുവഴി ഈ ഒരു വാല്യൂ ഇട്ടിട്ട് നമ്മൾ ഓടിപ്പിക്കുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ തുടക്കത്തിൽ ഈ ഒരു അടിപ്പ് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റണ്ടർ ചെയ്യാൻ നേരത്തെ ഒരു 20 ലെവലോ ഇട്ട് റണ്ടർ ചെയ്യുക. അതൊരു ഓപ്ഷനാണ്. ഞാൻ പലപ്പോഴും എൻ്റെ പ്രോജക്റ്റുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ ഈ ആഡ് ഓൺ ചിലപ്പോൾ നമ്മളെല്ലാം ചെയ്തിട്ട് വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ അതിനനുസരിച്ച് നമ്മൾ പെരുമാറുക. ഓക്കെ, 100 എന്തായാലും ഇപ്പോൾ ഞാൻ കാറിൻ്റെ ആ പഴയ അതേ രീതിയിൽ കൊടുക്കുകയാണ്. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ സംഭവം. ഈ കാണുന്നത് സ്പ്രിങ്ങിൻ്റെ ടെൻഷനാണ്, അതായത് സ്പ്രിങ്ങിൻ്റെ പവറാണ്. ഇത് കൂട്ടുമ്പോൾ കൂടുതൽ സ്റ്റിഫാവും, കുറയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ഒരുമാതിരി ഈ ഭയങ്കര സ്പ്രിങ്ങി ആവും. ഈ ഡംപിങ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോഴത്തേക്കിന് ഇത് നമ്മളിപ്പം എന്താ പറയുക, നല്ല കട്ടിയുള്ള ഒരു സംഭവത്തെ കയറി ഇരുന്നുമ്പോൾ പതിയെ താഴത്തില്ല, അങ്ങനെ ആവും. വാല്യൂ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ആ സ്പ്രിങ്ങിൻ്റെ ഓളം മുണക്ക് തുള്ളിച്ചാടും. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ ഇട്ട് അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ ഒന്ന് വർക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഓക്കെ, ഇപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്ത പരിപാടി, നമുക്ക് കാറിനെ ഓടിക്കണം. ഓടിക്കാൻ ഇപ്പം ഞാൻ ചെയ്യുന്നത് കൺട്രോൾ എന്ന് പറയുന്ന ഈ ഒരു പാനലിൽ പോവുക. മനസ്സിലായില്ല? ഫസ്റ്റ് സെറ്റപ്പ്, പിന്നെ ട്യൂണിങ്. അതായത് നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ ഓരോ കാര്യങ്ങൾ, ടയറിൻ്റെ ഉണ്ട്, വീല്, ടയറ്, സസ്പെൻഷൻ. ഇത് വരുന്നത് ഡ്രൈവാണ്, 4 വീലാണോ അല്ല 2 ടയറിലാണോ എന്നുള്ള രീതിയിലുള്ള അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇത് പിന്നെ ബോഡിയാണ്, എൻ്റയർ കാറിൻ്റെ ബോഡിക്ക് എത്ര വേണം. ഇതിപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് 2200 kg, അതായത് 2 ടണ്ണാണ് ഇപ്പോൾ കിടക്കുന്നത്. ഓക്കെ, പിന്നെ ആവശ്യമില്ലാണ്ട് ഇതെല്ലാം ഇട്ട് പണിയാതിരിക്കുക. അതെന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ ഒന്നും എനിക്കിതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ വരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ടോർക്കാണ്. പറഞ്ഞാൽ മനസ്സിലായി? ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞുതരാം. പിന്നുള്ളത് ഇതെന്ത് സംഭവമാണ്, ഇത് ഫിസിക്സ് വരുന്ന സംഭവമാണ്. ഓക്കെ, ഇത് ഫിസിക്സിൻ്റെ ടാബാണ്. പക്ഷെ ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. എനിക്കിതിൻ്റെ ആവശ്യമില്ല, വന്നിട്ടില്ല. അതുകൊണ്ടാണ്. ഇവിടെ ഉണ്ട് മാനുവലി ഡ്രിഫ്റ്റിൻ്റെ ആ ഒരു ഫാക്ടർ, ആംഗിള് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. എൻ്റെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ ആഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അടുത്തതിലേക്ക് പോവാം. ട്യൂണിങ്, കൺട്രോൾ. അപ്പം നമുക്ക് ആദ്യം ഫസ്റ്റ് ഇതിനെ ഓടിക്കാം. ഓക്കെ, ഓടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. എൻ്റെ വ്യൂ പോർട്ടിൽ ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ എനിക്കൊരു MT ആഡ് ചെയ്യുകയാണ്. ഞാൻ കൂടുതൽ എപ്പോഴും ആഡ് ചെയ്യുന്നത് ഈ സ്പിയർ ആയിരിക്കും. സ്പിയർ ആഡ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഗൈഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒബ്ജക്റ്റ് പാത്തില്ല, ഗൈഡ് ഒബ്ജക്റ്റ്. എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഈ MTയിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്യും. ഇപ്പം ഞാൻ പ്ലേ ചെയ്യുമ്പോൾ എന്തായി, ആ പോയിന്റിലേക്ക് വണ്ടി വന്ന് നിൽക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ റൂട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ഒരു സംഭവം കണ്ടോ, ഇത് ഞാൻ എനേബിൾ ആക്കുമ്പോൾ കണ്ടോ, അത് ഇവിടെ ഒരു സംഭവം വന്നു കണ്ടോ. ഇവിടെ എന്ത് വന്നു, ഇവിടെ ഒരു റേഡിയസ് കണക്ക് ഒരു സംഭവം വന്നു കണ്ടോ. ഇത് ഓഫ് ചെയ്താൽ അത് പോവും കണ്ടോ. ഇതിൻ്റെ ഒരു റേഡിയസും ചുറ്റളവും ഒക്കെയാണ് വന്നിരിക്കുന്നത്. അതായത് കണ്ടോ, ഇത് ബ്രേക്കിങ്ങിൻ്റെയാണ്. ഈ ഒരു ഏരിയയിൽ വരുമ്പോഴത്തേക്കിന് ബ്രേക്കിംഗ് ആകാം എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു റേഡിയസ് ആണ് ഈ കാണിക്കുന്നത്. ഈ കാണിക്കുന്ന ലൈന് നമ്മുടെ MTയുടെ എങ്ങോട്ട് കാറ് പോകണം എന്നാണ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു സംഭവം മനസ്സിലായി കാണുമല്ലോ. ഇനിയിപ്പം നമുക്കിതൊന്ന് ഓടിക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ടോപ്പ് സ്പീഡ് 25. നമുക്കപ്പം ഇവിടുത്തെ സ്പീഡ് ഇച്ചിരി ഞാൻ കൂട്ടി ഒരു 160 ആക്കി. ഇപ്പം പ്ലേ ചെയ്യുമ്പോഴത്തേക്കിനോ
അനക്കമൊന്നുമില്ലല്ലേ, ആ ഒരു നോർമൽ ഇത് തന്നെയാണ് വരുന്നത്, അല്ല വേറെ ഇതൊന്നും ഇല്ലല്ലോ. അപ്പം ഞാനിത് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് പിന്നെ ഞാനൊരു 100 ചില്ലാനും കൂട്ടി. ഇപ്പോഴോ ഇപ്പോഴും വലിയ ഇതൊന്നുമില്ല, ആ ഒരു ഇതിൽ തന്നെ. ഞാൻ ഇച്ചിരി മാറ്റി വെക്കട്ടെ, കാരണം ആ ടയർ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കറങ്ങുന്നു. ഓക്കെ, ബ്രേക്കിൻ്റെ ഇതിവിടെ കിടക്കട്ടെ. റേഡിയസ് സ്റ്റിയറിങ് ഞാൻ കൊടുക്കുന്നത് ഞാൻ ഒരു 2 ഇപ്പോൾ കൊടുക്കുന്നത്. ഓക്കെ, വളരെ പതിയാണല്ലേ. അപ്പം നമുക്കിതിൻ്റെ ടോർക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ടോർക്കിൻ്റെ കാര്യം. ട്യൂണിങ്ങിൽ പോവുക, ട്യൂണിങ്ങിൽ പോയിട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടോർക്കിൻ്റെ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് ടോർക്ക് അല്ലേ. നമുക്കിവിടെ ബേസിക്കിൽ പോവാം. ബേസിക്കിൽ വരുമ്പോൾ ടോർക്ക് ഇവിടെ എത്ര കിടക്കുന്നത്? 1 കിടക്കുന്നത്. ചുമ്മാ ഒരു 19 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഈ കാറിൻ്റെ ഓടുന്നതിൻ്റെ മൊത്തത്തിലുള്ള കുറേ കാര്യങ്ങൾ മാറും. കണ്ടോണം, ഇപ്പോൾ കണ്ടില്ലേ കാറിൻ്റെ പവർ മാറിയത് കണ്ടോ, ഭയങ്കര പവറായല്ലേ. ഓക്കെ, സ്പീഡ് ഞാൻ ഒരു 70 ഇട്ടു. 70 ഇട്ടിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഡ്രിഫ്റ്റ് അടിക്കുന്നല്ലേ. ഓക്കെ, നമുക്കൊരു ഒരു 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 ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ നമുക്ക് കൺട്രോളറിൽ പോയിട്ട് ഇവിടെ ഇതിൻ്റെ റേഡിയസ് ഒരു ഇച്ചിരി കൂടെ കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. അത് വന്ന് നിൽക്കുന്ന കണ്ടോ, അടിപൊളിയായിട്ടില്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പീഡ് കുറച്ചും കൂടെ കുറയ്ക്കാം. ഒരു 50 ഇട്ടിട്ട് നോക്കാം. ഇവിടെ ടോർക്ക് ഞാനൊരു 7 ഇടുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അതായത് ഞാൻ ഓരോന്നും എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇവിടെ മാറ്റും ഇട്ട് പ്ലേ ചെയ്യാം. ചിലപ്പോൾ ഞാനൊരു 30 ഓട്ടം ഇട്ട് ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ബിഹേവ് ചെയ്ത് കാണിക്കുന്നത്. അതായത് എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതിൻ്റെ ഫിസിക്സ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. സോ ഇപ്പം ഇങ്ങനെ വന്നു, ഫിസിക്സ് ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കാർ ആദ്യം എങ്ങനെ വന്ന് നടക്കുന്നത്, അവിടെ കറങ്ങി ഇങ്ങനെ വന്ന് നടക്കും. സോ ഇതിന് ഞാൻ കെ പ്രസ് ചെയ്തിട്ട് ലൊക്കേഷനിലൊരു കീ അവിടെ കൊടുത്തു. കാറ് ഓക്കെ, ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ. ഇനിയിപ്പോൾ അതൊക്കെ ഇവന്മാരെ ഒന്ന് മാറ്റിയിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുകയാണ്. നമുക്ക് ഈ കാണുന്ന സ്റ്റിയറിങ്ങിനൊക്കെ നമുക്ക് കീ ഫ്രെയിംസ് ആഡ് ചെയ്യാൻ പറ്റും. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കീ ഫ്രെയിം ആഡാവുന്ന കേട്ടോ. സോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റായി കണ്ടല്ലോ. നമുക്കത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രിക്ഷനും ഈ ഗ്രൗണ്ടിൻ്റെ ഇതിൽ നിന്ന് തെന്നി മാറുന്ന അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് മാനുവലി സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് എന്ത് ചെയ്യും, ട്യൂണിങ്, ടയറിൽ പോയിട്ട് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നമുക്കൊന്ന് കുറച്ച് നോക്കാം എന്താ ഉണ്ടാവുന്നത്. അത് ഓക്കെ, ടയർ നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട്, പക്ഷെ എന്തേ നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങുന്നില്ല അല്ലേ. ഇപ്പം ഫ്രിക്ഷൻ ഒരു 9 ഇട്ട് കൊടുത്തു. ഇപ്പം എന്ത് പറ്റി, നല്ല നനവും തെന്നലുള്ള ഭാഗത്തിൽ കൂടെ ഒക്കെ വണ്ടി പോയി എങ്ങനെ ആയിരിക്കും, ആ ഒരു ടൈപ്പ് വരുന്നതുണ്ടോ, കണ്ടല്ലോ. ഇപ്പം ഈ ഒരു സംഭവം വെച്ച് തന്നെ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം വണ്ടി വളയാൻ ശ്രമിക്കുകയാണ്. കണ്ടോ,
ഇപ്പം ഇതിങ്ങനെ വന്നില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രിക്ഷൻ കൂട്ടി കൊടുക്കാം. ഈ ഫ്രിക്ഷന് കീ ഫ്രെയിം കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരും. ഞാനിപ്പോൾ ഒരെണ്ണം കാണിക്കാം. നമ്മുടെ ഫസ്റ്റിൽ ഇങ്ങനെ കറങ്ങുകയല്ലേ. സോ നമ്മുടെ ഫ്രിക്ഷനിൽ ഞാൻ ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുത്തു. കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞ ഉടനെ ഫ്രിക്ഷൻ ഞാൻ ഒന്ന് തന്നെ മതി. കണ്ടിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട്, അതായത് ഈ കട്ട ടയറൊക്കെ ഇട്ടിട്ട് നമ്മൾ ടാറിട്ട റോഡിൽ ഫുൾ ത്രോട്ട് കൊടുത്ത് ഓടിച്ച് അങ്ങ് ഇരിക്കും. ആ ഒരു ഫീലിലായിരിക്കും വണ്ടി പറക്കുന്നത്. ഓക്കെ, നമുക്കപ്പം ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുത്തു. ഇപ്പം നമ്മളത് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലായല്ലോ. അങ്ങനെ ഇട്ട് സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം കാറിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഞാനിപ്പോൾ ഇതിൻ്റെ എല്ലാം കീ ഫ്രെയിംസ് എല്ലാം കളഞ്ഞിട്ട് വേറൊരു സംഭവം കൂടെ കാണിക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ എടുത്തിട്ട് ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. നമ്മുടെ ഈ ഒരു RBC ആഡോണിൽ ഞാനിപ്പം ഇവിടെ നമ്മുടെ കാർ വന്ന് നിൽക്കുന്ന സ്ഥലം, ഇവിടെ ഞാനൊരു ക്യൂബ് ആഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഇപ്പം ഞാനൊരു ക്യൂബ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഇതിൽ ആക്റ്റീവ് കൊല്യൂഷൻ എന്ന് പറയുന്ന സംഭവം കിടക്കും. അതുകൊണ്ട് ഇവിടെയാണ് കിടക്കുന്നത് ഏറ്റവും താഴെ. RBC ആനിമേഷൻ ടാബ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നതിൻ്റെ തൊട്ട് താഴെ RBC കൊല്യൂഷൻസ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. സോ അതിൽ പോയിട്ട് ആക്റ്റീവ് കൊല്യൂഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാവും. കണ്ടോ? അതായത് നമ്മുടെ കുറച്ചും കൂടെ താഴെ ഇറക്കി വെക്കാം. ഓക്കെ, അങ്ങനത്തെ കുറച്ചേറെ എണ്ണ എടുത്ത് വെക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ പ്ലേ ചെയ്യും. ഒരു ക്യാമറയും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം അല്ലേ. ഒരു ക്യാമറ കൂടെ സെറ്റ് ചെയ്യാം. ഇപ്പം പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമുക്കൊരു ഒബ്ജക്റ്റിനെ ഇടിച്ചുകൊണ്ട് പോകുന്നവരോ, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഇനി ഇതിപ്പം RBC ലാബല്ല, RBC ലാബ് എന്ന് പറയുന്ന വേറൊരു ഇതിപ്പോൾ കാറിൻ്റെ ആഡ് ഓൺ ആണ്. ഇനിയിപ്പം RBC ലാബ് എന്ന ഇത് RBC കാർ, RBC റിഗ്ഗിങ്, RBC ലാബ് എന്ന് പറയുന്നുണ്ട്. മറ്റേ ഈ നിലമൊക്കെ ഇടിച്ച് പൊട്ടിക്കുന്നതും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം ഇതുമായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്യുമ്പോഴത്തേക്കിന് ഈ കാർ ഇവിടെ വന്ന് ഇടിച്ചുകൊണ്ട് ഒരു പകുതി മുക്കാലും വന്ന് ആക്സിഡൻ്റ് ആകുമ്പോഴത്തേക്കിനുള്ള സീനൊക്കെ ഉണ്ടല്ലേ, അങ്ങനെയൊക്കെ സിനിമാറ്റിക് സ്റ്റൈലിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ അതിനോട് ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഇതും വരുന്നത്. അതിൻ്റെ ഒരു പാർട്ടാണിത്. ഇതും കൂടെ പോയാൽ കൊള്ളായിരുന്നു. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഫുള്ള് സെലക്ട് ചെയ്തിട്ട് ഇച്ചിരി പുറകോട്ട് ഇറക്കി വെക്കും മൊത്തത്തിൽ. ഇപ്പം പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, നൈസ്. എന്നിട്ട് നമ്മുടെ
കൺട്രോളറിൽ പോയിട്ട് ഞാൻ ഇതെല്ലാം ഓഫ് ചെയ്യാണ്. ലൈറ്റിംഗ് ഇല്ല. സോ ലൈറ്റിങ്ങിൽ ഒരു ലൈറ്റിംഗ് കൂടെ ആഡ് ചെയ്യുന്നു. ടി-വിയിൽ തന്നെയാണ് കിടക്കുന്നത്. റേ ട്രേസിങ് ഓൺ ആക്കുന്നു. നമ്മുടെ ഈ ഗ്രൗണ്ടിൽ ചിലർക്ക് വരുന്ന പ്രശ്നമാണ്. ഈ ഗ്രൗണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മെറ്റീരിയൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ട്. അതിന് നമുക്ക് ചെയ്യേണ്ടത് നേരെ ഷെയ്ഡ് എഡിറ്ററിൽ പോവുക. ഷെയ്ഡ് എഡിറ്ററിൽ പോയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല, പക്ഷേ ഇത് സെലക്ട് ആണ്, നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ നോക്കുക ഇവിടെ വേറെ ഗ്രൗണ്ട് ഉണ്ടോ എന്ന് നോക്കുക. നോക്കി വരുമ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, കണ്ടോ? ഇവിടെ വേറൊരു ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അത് സെലക്റ്റബിൾ അല്ല. സെലക്റ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇവിടെ തന്നെ സെലക്ട് ചെയ്യുക. ഇതിലും കാണിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഇവിടെ വേറൊരു ഗ്രൗണ്ട് ഉണ്ട്, കണ്ടോ? വേറൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പം ഇത് ഇവിടെ അത് ഹൈഡ് ചെയ്യുക. ശേഷം നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് നോക്കുക. RBCയുടെ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഇവിടെ വേറൊരു ഗ്രൗണ്ട്. ഇവിടെ RBC ഗ്രൗണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ, ഞാൻ അത് ശ്രദ്ധിച്ചില്ല. RBC ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ അതാണ്ട് ഇങ്ങനെ വരും, കണ്ടോ? പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ സൈസ് മാറ്റിയാൽ ഇവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല, കണ്ടോ? യാതൊരു മാറ്റം ഇവിടെ ഉണ്ടാകുന്നില്ല. അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് RBC ഗ്രൗണ്ട് 001 എന്ന് പറയുന്നൊരു മെറ്റീരിയൽ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അത് സെലക്ട് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട് 9 എണ്ണത്തിൽ ഓൾറെഡി അപ്ലൈ ആയിട്ടുണ്ട്. നമ്മളിതൊന്നും ചെയ്യേണ്ട, നോർമലായിട്ട് പോയിട്ട് ഇവിടെ ഇപ്പോൾ കണ്ടോ, ഇപ്പം നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനും എടുക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലേ. സോ നമുക്കിപ്പം എന്തെങ്കിലും ഒരു മെറ്റീരിയലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാനിപ്പം എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ചെക്ക് എനിക്ക് വേണ്ട. ഞാനിപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ഡാർക്ക് ഇങ്ങനെ ആക്കി വെക്കുകയാണ്, കണ്ടോ? ഈ ഒരു ടൈപ്പിൽ വെക്കുകയാണ്. പിന്നെ ഈ ഒരു സാധനം എനിക്കിപ്പം കാണണമെന്നില്ല, സെലക്റ്റും അതുപോലെ ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, എൻ്റെ MD ഞാൻ ഹൈഡ് ചെയ്യുകയാണ്. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇങ്ങനെയാണ് കാണുന്നത് അല്ലേ? ഓക്കെ അല്ലേ? ഇത്രയും ഭാഗം ഇപ്പം ചെയ്തിരിക്കുന്ന ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഇനി അടുത്തത് നമ്മുടെ RBCയുടെ മേലോട്ട് വരുമ്പോൾ ഇവിടെ FX ടാബ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന ഒരു സംഭവമുണ്ട്. ഇതിൽ എനിക്ക് വന്നിരിക്കുന്നത് ആഡ് മാർക്കേഴ്സ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ചിലർക്ക് ഇവിടെ സ്മോക്കും വരുന്നുണ്ട്. എനിക്കറിയില്ല എനിക്ക് എന്താ കിട്ടാഞ്ഞെന്ന്, ഇനി അത് നോക്കണം. ഇവിടെ സ്മോക്കും വരുന്നുണ്ട്. സോ ഇപ്പം ഞാൻ ആഡ് ട്രാക്കേഴ്സ് എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ ടയറിൻ്റെ ഭാഗം നല്ല വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടല്ലേ? ടയറിൻ്റെ മാർക്കർ. ഇത് ഇതില്ലെങ്കിലും അല്ലാണ്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പാത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആനിമേഷൻ കൊടുത്ത് അങ്ങനെയും സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിന് പ്രോപ്പറായിട്ട് മെറ്റീരിയൽ അപ്ലൈ ചെയ്തിട്ട് ഫെയ്ഡ് മുളകത്തൊരു സംഭവങ്ങളും കാര്യങ്ങളും കുറച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അതിൽ ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്, ഇങ്ങനെ വന്ന് നിൽക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഈ മാർക്കറും എല്ലാം കൂടെ ആകുമ്പോൾ സംഭവം അടിപൊളിയാവും. എന്നിട്ട് ഫസ്റ്റ് ഫ്രെയിമിൽ പോയിട്ട് ഞാൻ ഇതിനെല്ലാം പിടിച്ചിട്ട് മാസ് എന്ന് പറഞ്ഞ സെൻറ്ററിലേക്ക് കൊടുത്തു. ഇന്ന് പ്ലേ ചെയ്ത് നോക്കാം. കാരണം കുറച്ച് മുമ്പ് ഒന്നും വീഴുന്നില്ലായിരുന്നല്ലോ, അതിനാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. കാരണം അടിയിൽ കൊടുത്ത് കഴിയുമ്പോൾ ഒരുമാതിരി ബാലൻസ് ചെയ്യുന്ന കണക്ക് തോന്നും. ഇത്രയും ഭാഗം ഇപ്പോൾ ക്ലിയർ അല്ലേ? എനിക്കിതിൻ്റെ ചില്ലൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് ചില്ലൊക്കെ ഇപ്പോൾ എടുത്ത് ദൂരെ കളയാൻ പോവാണ്. സെലക്ട് ചെയ്യുക, ഇവിടെയും സെലക്ട് ചെയ്യുക. എന്നിട്ട് Alt H കൂടെ പ്രസ് ചെയ്തിട്ട് X പ്രസ് ചെയ്തിട്ട് കളഞ്ഞു. ഇതാണ് RBC ആഡ് ഓൺ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് RBC ആഡ് ഓൺ, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്തൊക്കെ ചെയ്യാം, എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ടയറിൻ്റെ കൺട്രോളറും കൂടെ വരുന്നുണ്ട്. അതായത് ഒപ്പാസിറ്റി ഇങ്ങനെ കൂട്ടാം,
കുറയ്ക്കാം, ഇമേജിൻ്റെ നോയ്സ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം, അതിൻ്റെ പ്രഷർ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ എല്ലാം കൂടെ പറയാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിതിന് നിങ്ങളുടേതായിട്ടുള്ള സംഭവങ്ങളിൽ നിങ്ങൾ ചെയ്ത് സെറ്റാക്കി വരിക, അത്രേ ഉള്ളൂ. എഡ്ജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ അടുത്ത് ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതോടെ വേറെ നല്ല കുറച്ച് വീഡിയോസും കൂടെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യും. അതായത് ഇനിയിപ്പം എല്ലാ ആഴ്ചയിലും എനിക്ക് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന്, പക്ഷേ എൻ്റെ വർക്കിൻ്റെ തിരക്കുകൾ കാരണം എനിക്ക് വീഡിയോസ് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരവസ്ഥ എൻ്റെ. പോട്ടെ. അപ്പോൾ അടുത്ത ഞാനൊരു വേറൊരു അടിപൊളി വീഡിയോ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ട്യൂട്ടോറിയൽ എനിക്ക് മേക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, കാരണം അതൊരു വലിയ സെറ്റപ്പായിരിക്കും. സോ അതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഇതിനകത്ത് അത്രയും സ്റ്റോറേജ് ഒന്നുമില്ല. അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് എനിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. പക്ഷേ ഞാൻ അതിൻ്റെ പ്രോജക്റ്റ് ഫയൽ നിങ്ങൾക്ക് ചെയ്ത് റിസൾട്ട് കണ്ടതിന് ശേഷം പ്രോജക്റ്റ് ഫയൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്ങനെ ചെയ്യണം, എങ്ങനെ ഇതിൻ്റെ വെർട്ടിക്സും പോട്ടെ ഒറിജിൻ പോയിൻറ്റും ഒക്കെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യണം, എങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ. പിന്നെ അതുപോലെ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിച്ചാലും ഞാൻ സ്കെയിൽ ചെയ്തതിന് ശേഷം Ctrl A കൊടുത്തിട്ട് സ്കെയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അതുപോലെ ചെയ്യുക. അതിനുശേഷം ഈ ടൂൾ ബാറിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ടൂൾ ബാറിൽ പോയിട്ട് നിങ്ങൾക്ക് കാറിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ ഈ റൊട്ടേഷന് കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അല്ലാതെ ഇവിടെ എല്ലാം 0 ആയിരിക്കണം. ഈ ലൊക്കേഷനൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ എല്ലാം കൊടുത്ത് നോക്കിയതിന് ശേഷം മാത്രം ഓടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആഡ് ഓൺ അപ്ലൈ ചെയ്യുക. അപ്പോൾ പ്രശ്നങ്ങൾ ഒരുപാട് കുറഞ്ഞ് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അടുത്ത ആഴ്ച നല്ല അടിപൊളി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.